വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കാൻ, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷിച്ചതുപോലെ റോമായിലും സാക്ഷിക്കണം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ തർക്കാധികനെവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷിതമാക്കിയല്ലോ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യൂതന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജ്ഞാനികൾക്ക് ഭോഷത്വമെങ്കിൽ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായങ്ങളെ പാർക്കുമോ. അവൻ അവനോട്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയോ എന്നെ വിട്ടയക്കുകയോ ചെയ്യുകയില്ല. വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ എന്റെ ഉദ്ധാവി എവിടേക്ക് പോകുന്നു? എന്റെ വാത്സല്യവാനെ, നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന ഭാവനെ പോലെ കുറുകി കഴിയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളായ ജനത്തിന്റെ കയ്യിൽ നിന്ന് നീ നിന്നെ എന്തിന് ഏൽപ്പിച്ചു കൊടുത്തു? എന്റെ പുത്ര, എനിക്ക് കഷ്ടം. എന്റെ വാത്സല്യവാനെ, എനിക്ക് കഷ്ടം. ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവം സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ പ്രയാസങ്ങൾ കൂട്ടമായി കൂടി. തൻ്റെ മാതാവ് അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു. അവൾ വലിയ സങ്കടത്തോടെ നോച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്ത്രീകളുണ്ട്. അവരോട് കർത്താവ് പറയുന്ന
ഒരു വാക്കാണ് ഇവിടെ നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ എപ്രകാരമാണ് പറയുന്നത്: യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുകയെന്ന് പറയുകയാണ്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയുകയെന്ന് പറയുകയാണ്. നമുക്കറിയാം, തമ്പുരാന് വ്യക്തമായിട്ട് അറിയാം, ഇന്ന് യഹൂദജനം തന്നെ ക്രൂശിക്കുന്നില്ലെങ്കിലും താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ തലമുറയെ ഓർത്ത് നിങ്ങൾ കരയണം, നിങ്ങളെ ഓർത്ത് നിങ്ങൾ കരയണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചിന്താനുഭവമായ ഒരു വിഷയമായിട്ട് ഞാൻ ഇതിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നിൻ്റെ തലമുറയുടെ പോക്ക് ഈ ഒരു ദുരവസ്ഥയിലേക്കാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടത്. മറ്റുള്ളവരുടെ മുമ്പിൽ കേവലം കാണിക്കുവാനോ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇന്നതാണ്, ഞാൻ ഇതാണ്, വലുതാണ് എന്ന് കാണിക്കുവാനോ അല്ല നമ്മുടെ ആരാധനകളും ഈ ശുശ്രൂഷകളും ഒക്കെ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തന്നെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ആർക്കും സംവാദം നേരായ സത്യമെഴുദ്രാസെന്നോടും തത്വജനം നന്നായി തോക്കി നിഖിലേശനോടു നീച്ചോരൻ നിൻവരനിന്നാളോർക്കെന്നെ അവ്യരാജേ കാരുണ്യം തടവെന്നെ ഞാൻ കാണട്ടെ. ഇടതുവശത്തായി ക്രൂശേറ്റോ തോഴൻ കേട്ടേ വഞ്ചം ജാവെങ്കിൽ നിത്യസ്കീപാൻ മേരേറി നിൻ സ്നേഹിതനാം ഞാൻ നമ്പി സ്ലീവായ നാം വേർപെട്ടു വെണ്മയണിഞ്ഞോൻ രക്തത്താൽ ഉയരരുളി ധൈര്യം പൂണ്ടോ. നമ്മെ പോലാ നികളേന്തി പാടേപ്പതുകാണുന്നില്ലേ രാജ്യം തരുവോ ഞാമെങ്കിൽ സ്വയമൊഴിവാകട്ടെ നമ്മ കർത്തൃവചസാം താക്കോല ഏവൻ തോട്ടം പോകും ഞാൻ. നീ തെറ്റിപ്പോയി തെറ്റാവലി ചൊന്തെന്നെ തെറ്റിക്കേണ്ട. തരുവിൽ നമ്മെ ഓർത്തൂങ്ങി കഷ്ടത നമ്മെ കാളേറ്റാൻ രാജാവെങ്കിൽ ലഹിയോന വർദ്ധിഹശാപം നീക്കട്ടെ. ഈശോ പാരി തരുവിന്മേ വാനത്തീ തേരിന്മേ പ്രകൃതികളുടെയോ നീ
കുളിച്ചാട്ട് പാടില്ലേ നീ മഹിമയവൻ ഓതുന്നു നീ ചൊന്നതിനെ ആനന്ദം ആദാമിൻ ശാപം പോക്കാൻ മൺമുള്ളുകളിൽ ഏറ്റോരാ ഞങ്ങളെ വരവിൽ നാലോകാ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവോചിതമായ വിശുദ്ധിയോടുകൂടി അതിനെ വന്ദിക്കുവാനും നിങ്ങളുടെ ശാരീരിക അവയവങ്ങളെ സദാ നികരിച്ചുകൊണ്ട് നിന്റെ കർത്തൃത്വ പ്രകാരം ക്രിസ്തീയമായ മഹോന്നതനായ ദൈവമേ, നിന്റെ രൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും സാദൃശ്യത്തെ ഞങ്ങളെ നിർമ്മിക്കുകയും ചെയ്തതിനാൽ നിന്റെ നിത്യതയെ ഞങ്ങൾ വന്ദിച്ച് സ്തുതിച്ച് പുകഴ്ത്തുന്നു. മനുഷ്യ മത്സരത്തെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നിന്റെ സ്കീഫ മൂലം ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ മരണത്താൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തതിനാൽ നിന്റെ രക്ഷയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആദ്യകാല ദിവസം നിനക്ക് ആഗ്രഹം തോന്നിയിട്ട് ഞങ്ങളുടെ സൃഷ്ടിയെ നീ നിർവഹിച്ചു. ഓതം സ്വയിലെ മണ്ണ് നിന്റെ ഹൃദയങ്ങളിൽ നീ എടുത്ത് വലഞ്ഞ് നിന്റെ സ്വരൂപസാമ്യത്തിൽ അതിനെ സജ്ജമാക്കി. നിന്റെ വായിലെ ശ്വാസത്തിൽ നിന്ന് അവന്റെ മുഖത്ത് നീ ജീവശ്വാസം ഊതി അവൻ സൗന്ദര്യ സമ്പൂർണനായി ജ്ഞാനത്തിൽ തികഞ്ഞ ഒരു അത്ഭുത ഭാജനമായി തീരുകയും ചെയ്തു. ബുദ്ധിഹീനത മൂലം അവൻ കൽപ്പന ലംഘിച്ച് നിന്ദിതനായപ്പോൾ ന്യായവിധിയാൽ കുറ്റാരോപണം ചെയ്യപ്പെടുകയും മരണത്താൽ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. കാരുണ്യവാൻ രക്ഷയെ പ്രതി രഹസ്യസമ്പൂർണമായ വെള്ളിയാഴ്ചയെന്ന 6-ാം ദിവസം തന്നെ നിന്റെ കൈകൾ ശ്രീബാബയിൽ ആണികളാൽ തറക്കപ്പെടുകയും ചെയ്തു. ക്രൂശിൽ നിന്ന് തിരുമുഖത്ത് അശുദ്ധമായ തുപ്പൽ നീ സ്വീകരിച്ചു. അവനെ ജീവിപ്പിക്കുവാൻ വേണ്ടി തിരുവിലാവിൽ നീ കുന്തത്താൽ അതിന്റെ ആത്മാവിനോടുത്താൽ നീ സൃഷ്ടിയുമായും സ്നേഹം സദാർത്ഥത്തിനുപകരമായി നിന്റെ മനുഷ്യത്വത്തിന് ആദ്യമായി രൂപത ധൂമിച്ച് ശ്രീവായെ കുമ്പിട്ട് കണ്ണനോട് കൂടി ഞങ്ങൾ ചൊല്ലുന്നു.
സുരുതിൻ ശ്രീവാഹിനവി ചെന്മാറ്റി ധാർമ്മികനായി യോസേഫിൻ മാനവനേ മശിഹായൻ സംബന്ധിക്കണമെന്ന കാര്യം സ്നേഹമാണ് ഓർപ്പിക്കുന്നു. ശ്രീമാഘോഷം ഇവിടെ